അപ്പോൾ നമ്മളിന്നൊരു വൈകുന്നേരത്തെ ഒരു പലഹാരം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് നമ്മൾ കുറച്ച് അരിപ്പൊടി, നേർമയായിട്ടുള്ള അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങയിലേക്ക് നമ്മൾ കുറച്ച് ഏലക്കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ലേശം ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്, ജീരകപ്പൊടി. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പഞ്ചസാരയും ഏലക്കായപ്പൊടിയും ജീരകപ്പൊടിയും തേങ്ങയൊടിയും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പൊടിയിലേക്ക് വെള്ളം തിളപ്പിച്ചിട്ട്, നേരിപ്പിട്ടിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. അത് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 മിനിറ്റ് അതൊന്ന് അടച്ചു വെക്കാം. അങ്ങനെ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ തേങ്ങയും ഒക്കെ ശരിയാക്കി വെച്ചിട്ടുള്ളത് നമ്മളതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ തേങ്ങ റെഡിയാക്കി വെച്ചിട്ടുള്ള അത് നമ്മളതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ എല്ലാം നമ്മളിങ്ങനെ അകത്ത് തേങ്ങയും പഞ്ചസാര എല്ലാം കൂടെ മിക്സ് ചെയ്തത് വെച്ച് എല്ലാം ഇതാക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് നമുക്കിത് ആവിയേറ്റി വേവിച്ചെടുക്കാം. അപ്പോൾ എല്ലാം നമ്മൾ ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇത് ആകൃതിയിൽ വേണമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റുള്ളൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉള്ള ഒരിതാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ.